നമസ്കാരം. കഴിഞ്ഞ ശ്രീമദ് ഭഗവത്ഗീത വീഡിയോയിൽ കുറച്ച് ശ്ലോകങ്ങൾ എടുത്തെടുത്ത് നമ്മൾ സംസാരിക്കുകയുണ്ടായി. 2-3 വീഡിയോസ് വന്നു. അതിന് തുടർച്ചയായിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. ചുരുക്കം നമ്മൾ പറഞ്ഞു വന്നത് ഭഗവാൻ 2-ാം അധ്യായത്തിൽ ജ്ഞാനയോഗത്തെക്കുറിച്ച്, സാഖ്യയോഗത്തെക്കുറിച്ച് പറഞ്ഞു. ജ്ഞാനയോഗം എല്ലാവർക്കും ജ്ഞാനയോഗത്തിലേക്ക് മാത്രമായി തുടരാൻ സാധ്യമല്ല. അതിന് മാത്രം ചിത്തശുദ്ധി ഇല്ലാത്തവർക്ക് അതിൻ്റെ തത്വജ്ഞാന നിഷ്ഠ ഉണ്ടാകില്ല. അതുകൊണ്ട് കർമ്മയോഗത്തെ കൂടി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ഭഗവാൻ അർജുനനിലൂടെ നമുക്കായി ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിൽ കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു. കർമ്മയോഗം സംഘം ത്യക്ത്വ ധനഞ്ജയ എന്ന് പറഞ്ഞു. കർമ്മഫലത്തെ ത്യജിച്ചുകൊണ്ട്, അതിൽ ഇച്ഛിക്കാതെ, കർമ്മഫലം നമ്മുടെ ഇച്ഛയ്ക്ക് കാരണമല്ലാത്തതിനാൽ, കർമ്മഫലം നമ്മുടെ ഇല്ലാത്തതിനാൽ കർമ്മഫലത്തെ ത്യജിച്ചുകൊണ്ട് കർമ്മത്തിൽ മാത്രം സ്വധർമ്മത്തെ അനുവർത്തിക്കാൻ ചെയ്യുവാൻ അവിടെ ഭഗവാൻ ഉപദേശിച്ചു. അപ്പോൾ സ്വധർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലത്തിന് ഹേതുവാകണ്ട. ഹേതു നമ്മളല്ല എന്നിരിക്കെ, അപ്പോൾ കർമ്മം ചെയ്യുന്നത് കർമ്മഫലത്തിന് ഹേതുവാകാതെ കർമ്മത്തെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട്, ഈശ്വരൻ തത്വം അതുതന്നെയാണ് ഈശ്വരൻ, ആത്മാവ്, ഈ സൃഷ്ടിയുടെ ഇതിലെ സ്വാഭാവികനായ ഈശ്വരൻ, മൂർത്തിഭാവത്തിലിരിക്കുന്ന ആ ഈശ്വരന് പൂർണ്ണമായും നമ്മുടെ അഹന്തയെ സമർപ്പിച്ചുകൊണ്ട്, ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഭോക്താവാണ്, ഞാൻ കർത്താവാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഭുജിക്കുന്നില്ല, ഇത് ഒന്നിനെയും ജീവിതം മുഴുവനും ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മയോഗത്തെ അനുഷ്ഠിക്കാൻ ഭഗവാൻ അനുശാസിച്ചു. അതനുസരിച്ച് കർമ്മയോഗത്തിൻ്റെ ഫലമായ ചിത്തശുദ്ധി പ്രാപ്തമാകുന്നതോടെ വിഷയങ്ങളിൽ നിന്നെല്ലാം വിട്ട് മനസ്സ് അഹന്താത്യാഗത്തിലൂടെ ഭഗവത് പാതാരവിന്ദങ്ങളിലേക്കും പൂർണ്ണ സമർപ്പണത്തോടെ ഉണ്ടാകുന്ന ചിത്തശുദ്ധിയിൽ ആത്മജ്ഞാനം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞുണ്ടായി. അപ്പോൾ അർജുനന് സംശയമായി. ഇതെല്ലാം കഴിഞ്ഞു, ഞാനില്ല, അവിടെ എല്ലാം ഈശ്വരനാണ്, ഈശ്വരൻ്റെ ഇഷ്ടം നടക്കുന്നത്, ഈശ്വരൻ്റെ ഫലമാണ് നടക്കുന്നത്, കർമ്മത്തിൻ്റെ ഫലം, നമുക്കതിൽ യാതൊരു പങ്കുമില്ല, എല്ലാം ഈശ്വരന് വേണ്ടി സമർപ്പിക്കും, ഞാൻ എൻ്റെ എന്നുള്ളതില്ല അവിടെ. അങ്ങനെ ഒരു നിസ്വാർത്ഥമായത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥിതപ്രജ്ഞൻ എങ്ങനെ വ്യവഹരിക്കും? സ്ഥിതപ്രജ്ഞൻ എന്ന് വെച്ചാൽ ആ പ്രജ്ഞ സ്ഥിരമായിട്ടിരിക്കണം ഇവിടെ തത്വത്തിൽ, ആത്മതത്വത്തിൽ. അങ്ങനെയുള്ള അദ്ദേഹം എങ്ങനെ വ്യവഹരിക്കും? പിന്നെ വ്യവഹാരം ഇല്ലല്ലോ, ഞാൻ എൻ്റെ എന്നുള്ളതില്ല, എല്ലാം ഈശ്വരനാണ്, എല്ലാം ഈശ്വര ഇച്ഛയാണെങ്കിൽ പിന്നെ അദ്ദേഹം എങ്ങനെയാവും? മറ്റൊരു വഴിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനില്ലാതായാൽ ഞാൻ എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനില്ലാതായാൽ, ഇപ്പോഴത്തെ ഈ ഞാൻ പറയുന്നത്, ഞാനില്ലാതായാൽ എനിക്ക് എന്ത് സംഭവിക്കും എന്നാണ് വീണ്ടും ചോദ്യം. അജ്ഞൻ്റെ ദൃഷ്ടിയിലാണ് ആ ചോദ്യം. എങ്കിൽ കൂടി തത്വജ്ഞൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശവും എന്തിനാണ്? ഒരു തത്വജ്ഞനെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടല്ല. തത്വജ്ഞൻ തത്വം തന്നെയാണ്. അവിടെ അദ്ദേഹത്തിന് ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് കർമ്മയോഗത്തിലേക്ക്, നമ്മുടെ സാധനയിലേക്ക്, സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫേർട്ട്, നമ്മുടെ പാത്ത്, ആ പാത്തിൽ നമ്മളെ ആ ലക്ഷ്യത്തിലെത്താനുള്ള വഴിയിലേക്ക്, നമ്മുടെ സാധനയിലേക്ക് നമുക്കതിനെ അനുവർത്തിക്കാൻ ആയിക്കൊണ്ട് തത്വജ്ഞനെക്കുറിച്ച് ഉപദേശിക്കും. തത്വജ്ഞൻ്റെ നിലയെക്കുറിച്ചല്ല. അത് തത്വജ്ഞൻ്റെ നിലയൊന്നുമില്ല, അങ്ങനെയൊന്നും മാനസികമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു നിലയില്ല. കാരണം തത്വജ്ഞൻ തത്വം തന്നെയാണ്. അവിടെ യാതൊന്നും മനസ്സും ശരീരവും ബുദ്ധിയൊന്നും അദ്ദേഹത്തിൻ്റെ താതാത്മ്യപ്പെടുന്നില്ല. അദ്ദേഹം ആത്മതത്വമാണ്, താൻ സ്വയം ആത്മതത്വമാണെന്ന് അറിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ആ യതീശ്വരൻ അല്ലെങ്കിൽ സ്വയം ഈശ്വരനായിരിക്കുന്ന ആ ഗുരുവിനെ കുറിച്ച് അല്ലെങ്കിൽ തത്വജ്ഞനെ കുറിച്ച് ഇവിടെ ഇങ്ങനെ ലക്ഷണം പറയുകയുണ്ടാവും. അപ്പം അതിനു മുമ്പായി അർജുനൻ ചോദിക്കുന്നുണ്ട്. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതദീഹി കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അല്ലയോ കേശവ, സമാധിസ്തസ്യ സ്ഥിതപ്രജ്ഞസ്യ ഭാഷ കാ ഭവതി. ഈ പറഞ്ഞ
സമാധിസ്ഥനായിരിക്കുന്ന സമബുദ്ധിയിലിരിക്കുന്ന സ്ഥിതപ്രജ്ഞസ്യ ആത്മജ്ഞാനമുറച്ചവന്റെ ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരന്മാരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള വ്യവഹാരം എങ്ങനെയിരിക്കും? കാഭവതി, എന്താകും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം വ്യവഹരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ വ്യവഹാരം എങ്ങനെയിരിക്കും എന്നതാണ് ചോദിക്കുന്നത്. ഒരുവൻ ഇപ്പം രണ്ട് രീതിയിൽ, ഒന്ന് ബുദ്ധി, സാഖ്യബുദ്ധി, അതായത് ആത്മജ്ഞാനം മാത്രം, അവിടെ ജ്ഞാന നിഷ്ഠയ്ക്കുള്ള ആ കാര്യങ്ങൾ, ശ്രവണ മനനാദികൾ മാത്രം, കർമ്മങ്ങളൊന്നും ചെയ്യാതെ അങ്ങനെ പോകുന്നവർ. മറ്റേത് കാമ്യകർമ്മങ്ങൾ, വിഷയത്തിൽ നിന്ന് വിട്ടു വന്നിട്ടില്ല, അഹന്തയൊന്നും വിട്ടിട്ടില്ല, അഹന്ത മുൻനിർത്തിയില്ല, വിഷയങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന ആ മനസ്സിനെ പിന്തിരിപ്പിച്ചു കൊണ്ടുവരാൻ കർമ്മയോഗത്തിലൂടെ, ആത്മജ്ഞാനം, ചിത്തശുദ്ധി പ്രാപ്തമായവർക്ക് നേരിട്ട് സന്യാസം, കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി പ്രാപ്തമായവർ നേരിട്ട് അതിലൂടെ സന്യാസം. അവിടെ സന്യാസം എന്നുള്ളത് ആ ജ്ഞാനത്തിന് പര്യാപ്തമാകുന്ന, ജ്ഞാനനിഷ്ഠ കൈവരിക്കാൻ പര്യാപ്തമാകുന്ന ആ ഇതിനെയാണ് സന്യാസത്തെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ആ സന്യാസമൊന്നുമില്ല. ഇന്ന് നമ്മൾ ഒരു ആശ്രമം, ഒരു പ്രൊഫഷൻ എന്നുള്ളത് മാത്രമാണത്. അതിലേക്ക് പ്രയത്നിക്കാനുള്ള ഒരു മാർഗം, അത് എവിടെ നിന്നാലും. അത് സന്യാസത്തിൽ നിന്നുകൊണ്ട് അവിടെയാണ് കൂടുതൽ ഈ ലൗകികമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ നമ്മുടെ അഹന്തയ്ക്ക് അനുസരിച്ചുകൊണ്ട് ചെയ്യുന്നു, അവിടെ കർമ്മങ്ങൾ ചെയ്താൽ അവിടെയും സന്യാസം കൊണ്ട് ഒരു ഗുണമില്ല. ഇവിടെ നമ്മളൊരു ഗൃഹസ്ഥാശ്രമവും ഇല്ല, പക്ഷെ എന്തെങ്കിലും നമ്മൾ കുടുംബസ്ഥനായിരിക്കുമ്പോൾ ഇവിടെയും നമ്മുടെ സ്വാർത്ഥ ബുദ്ധിയോടെ ചെയ്തു കഴിഞ്ഞാൽ അവിടെയും ഇല്ല, ചിത്തശുദ്ധിക്ക് കാരണമല്ല. പക്ഷെ എവിടെ ഇരുന്നാലും ഈശ്വരാർപ്പണമായിട്ട് എന്ത് ചെയ്താലും, അത് എങ്ങനെ ചെയ്താലും, നമ്മൾ എല്ലാ കർമ്മങ്ങളും നമ്മുടെ ജീവിതം ഒട്ടാകെ കർമ്മയോഗപരമായി ചെയ്താൽ ചിത്തശുദ്ധിക്ക് കാരണമായി തീരും അത്. അപ്പം അത് സാധകനായി. അപ്പം ഇവിടെ പറയുന്നത്, അങ്ങനെ ജ്ഞാനം ഉറച്ച ഒരാളുടെ പരന്മാരോടുള്ള വ്യവഹാരം എന്താകും? സ്ഥിതദീഹി കിം പ്രഭാഷേത കിം ആസീത കിം പ്രചേത. അദ്ദേഹം ഇങ്ങനെ തത്വമുറച്ചവർ എങ്ങനെ പ്രഭാഷേത, എങ്ങനെ വ്യവഹരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും, കിം ആസീത കിം പ്രചേത, എങ്ങനെ നടക്കും എന്നുള്ള അർജുനന്റെ ആ സംശയം ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത് പറഞ്ഞല്ലോ, ഒരു സാധകന് വേണ്ടിയിട്ടാണ് തത്വജ്ഞന്റെ നിലയെ പറയുന്നത്. അല്ലാതെ തത്വജ്ഞന് അങ്ങനെ ഒരു നിലയൊന്നുമില്ല. തത്വമായിരിക്കെ അവിടെ യാതൊന്നും മറ്റൊന്നും ചോദ്യങ്ങളില്ല, രണ്ടില്ല, ഉണ്ട് ഇല്ല എന്നുള്ളതൊന്നുമില്ല. അപ്പം അവിടെ അങ്ങനെയുള്ള ആ തത്വമുക്തന്, ജീവിച്ചിരിക്കുന്ന ആ ജീവൻ മുക്തന് അങ്ങനെ നിലകളൊന്നും പറയാൻ ഇല്ല. ആ നിലകളെല്ലാം പറയുന്നത് അജ്ഞാന ദൃഷ്ടിയാണ്, പരന്മാരുടെ, മറ്റുള്ളവരുടെ ദൃഷ്ടിയിലാണ് അങ്ങനത്തെ നിലകളൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ മാനസികമായ നിലകളിൽ നിന്നൊന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു മാനസിക നിലയല്ല ആത്മജ്ഞാനം. അപ്പൊ അത് ഇവിടെ പറയുന്നത്, അത് സാധകന് കർമ്മയോഗത്തില് അതിനെ നമ്മൾ ഉൾപ്പെടുത്താൻ, ആ ഒരു നിലയെ ഉൾപ്പെടുത്താനാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തതോച്യതേ. ഭഗവാൻ പറയാണ്, ശ്രീ ഭഗവാൻ ഉവാച, പാർത്ഥ, അല്ലയോ പാർത്ഥ, യഥാ ആത്മനി ഏവ ആത്മനാ തുഷ്ടഃ, എപ്പോഴാണോ ആത്മസ്വരൂപത്തിൽ തന്നെ ആത്മബോധത്തോടു കൂടിയ മനസ്സുകൊണ്ട് തൃപ്തനായിട്ട്. അപ്പം ആത്മബോധം എന്നുള്ളതും ഉണ്ടാകുന്നുണ്ട്. ആ ആത്മബോധത്തോടെ, അല്ലെങ്കിൽ ആത്മബോധം തന്നെ ആത്മാവ് തന്നെയാണ്. ആത്മബോധം എന്നുള്ളതും ആത്മാവിന് ഭിന്നമായിട്ടില്ല. അപ്പം ആ ജീവിച്ചിരിക്കെ ആത്മബോധത്തോടു കൂടിയിട്ട് ആ മനസ്സുകൊണ്ട് ആത്മസ്വരൂപത്തിൽ തന്നെ വർത്തിക്കുന്നവനായ, തൃപ്തനായ, മനോഗതാൻ സർവാൻ കാമാൻ പ്രജഹാതി, പ്രകഷ്ടേന ജഹാതി, നല്ലവണ്ണം ഉപേക്ഷിക്കപ്പെടുന്നുവോ. എങ്ങനെ? മനോഗതാൻ സർവാൻ കാമാൻ, മനസ്സിലുള്ള എല്ലാ കാമങ്ങളെയും, വിഷയങ്ങളോടുള്ള ആ കാമങ്ങൾ, സ്വാർത്ഥ ബുദ്ധിയോടുകൂടി വിഷയങ്ങളിലേക്ക് നീങ്ങുന്ന ആ മനസ്സ് എപ്പോഴാണോ മനസ്സ് ഉപേക്ഷിക്കുന്നത്, തഥാ സ്ഥിതപ്രജ്ഞ ഉച്യതേ, അപ്പോൾ അവനെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു, അവനെ തത്വജ്ഞൻ എന്ന് പറയുന്നു. ഇതാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് മുന്നേ പറഞ്ഞിരുന്നത്. അപ്പം എങ്ങനെ നമ്മുടെ സ്വാർത്ഥപരമായി, സ്വാർത്ഥതയെ മുൻനിർത്തിക്കൊണ്ട് വിഷയങ്ങളിലേക്ക് മനസ്സ് വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്നുവോ, അല്ലെങ്കിൽ വ്യഗ്രതപ്പെട്ട് ഇരിക്കുന്നുവോ, ആസക്തി പൂണ്ടിരിക്കുന്നുവോ, അപ്പോൾ അവന് സ്ഥിതപ്രജ്ഞത ഉണ്ടാകില്ല. അവൻ്റെ മനസ്സ് എപ്പോഴും വിഷയത്തിലായിരിക്കും. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ പ്രയത്നങ്ങൾ ഉണ്ടാവും. കർമ്മയോഗം ചെയ്യുന്നവന് പ്രയത്നമാണ് അവിടെ. അവനെ പൂർണ്ണമായ മുക്തി അല്ലെങ്കിൽ ആത്മജ്ഞാനം ഉണ്ടായിട്ടില്ല.
അപ്പോൾ വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുന്നതിനെ അവൻ നിയന്ത്രിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ അഹന്തയെ എല്ലാ കാര്യങ്ങളെയും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഫലകാംക്ഷയില്ലാതെ ചെയ്യണം. അപ്പോൾ വിഷയങ്ങളിലേക്ക് അങ്ങനെ മനസ്സ് ഈ സ്വാർത്ഥപരമായി ഒട്ടില്ല. അങ്ങനത്തെ ഒട്ടാത്ത മനസ്സിൻ്റെ ഒരു പ്രാക്ടീസ്, അതാണ് വിഷയം, കർമ്മയോഗം. അപ്പോൾ അങ്ങനെയുള്ളവന് അതിന് പരിസമാപ്തി എന്ന് പറയുന്നതിനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. ആ പരിസമാപ്തി പറഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റ്, അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. അങ്ങനെ ആ വിഷയങ്ങളിൽ പോകാതിരിക്കുമ്പോൾ, അവിടെ ആത്മതത്വം പ്രകാശിക്കുമ്പോൾ, അവിടെ ആത്മബോധത്തിലിരിക്കുന്നവന് പിന്നെ ഈ വിഷയങ്ങളിലേക്ക് മനസ്സ് ഈ സ്വാർത്ഥപരമായിട്ട് നീങ്ങുന്നില്ല. ദുഃഖേഷു അനുദിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധഃ സ്ഥിതധീർമുനിരുച്യതേ. ദുഃഖേഷു അനുദിഗ്നമനാഹ, ദുഃഖങ്ങളിൽ അവിടെ മനസ്സ് നടുങ്ങലില്ല, അല്ലെങ്കിൽ അതിനോട് അയ്യോ എനിക്ക് ദുഃഖം ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ അങ്ങനെയുള്ള മനസ്സൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതേപോലെ തന്നെ സുഖേഷു വിഗതസ്പൃഹ, സുഖങ്ങളിൽ നിന്ന് പിന്നെ ആശയമില്ല. സുഖദുഃഖങ്ങളെ രണ്ടിനെയും ഒരുപോലെയുള്ള മനോനിലയിലാണ് ഒരു സ്ഥിതപ്രജ്ഞന്റെ നില. അവിടെ സുഖവും ദുഃഖവും ആത്മാവിലില്ല, അതുകൊണ്ട് തന്നെ ആത്മബോധത്തിലും ഇല്ല. സുഖവും ദുഃഖവും എല്ലാം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയൊക്കെ ഇതാണ്. അത് ഭഗവത് നമ്മൾ സാധനയിലിരിക്കുമ്പോൾ, അത് ഭഗവത് അർപ്പണമായി ചെയ്യുമ്പോൾ അവിടെ സാധന പ്രയത്നമാണ്, അവിടെ അത് സാധ്യമായി തീർന്നിരിക്കും തത്വജ്ഞന്റെ നിലയിൽ. വീതരാഗ ഭയക്രോധ, രാഗം ഭയം ക്രോധം ഇവ വിട്ടുനിൽക്കുന്നവനുമായ മുനിഹി, ആത്മവിചാരശീലൻ, അവരെ തന്നെയാണ് സന്യാസി. അങ്ങനെയുള്ള ആത്മസന്യാസി, അത് ആശ്രമമല്ല. ആ സന്യാസി എന്ന് പറയുന്നത് ആശ്രമത്തിൽ, ഓരോ ആശ്രമത്തിലെ അല്ലെങ്കിൽ നമ്മൾ സന്യാസം സ്വീകരിക്കുന്ന സന്യാസമല്ല, അത് ആ നിലയാണ്. ആ സന്യാസി സ്ഥിതദീഹി ഉച്യത്തെ, സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ രാഗം ഭയം ക്രോധം ഇവയെല്ലാം വിട്ടു നിൽക്കുക. അപ്പോൾ ഭയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആത്മതത്വത്തിൽ, ആത്മബോധത്തിൽ അതൊന്നുമില്ല. അതെല്ലാം ആത്മാവിന്, എല്ലാം ആത്മചൈതന്യം തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു തമാശയുണ്ട് ഇതിൽ. ഒരു ആശ്രമത്തിൽ ഗുരു വീതരാഗ ഭയക്രോധനൊക്കെ ആണ് തത്വജ്ഞൻ എന്ന് പറഞ്ഞപ്പോൾ, ഗുരു തത്വജ്ഞനാണോ എന്നറിയാൻ വേണ്ടി ശിഷ്യന്മാർ കുറച്ച് പേര് ഗുരു മിണ്ടാതിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ പോയി പടക്കം പൊട്ടിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗുരു പെട്ടെന്ന് ചാടി പേടിച്ച് എണീച്ചു, ഭയപ്പെട്ടു. എന്താ അതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മനസ്സങ്ങോട് പേടിച്ചു. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അതുകൊണ്ട് ഭയപ്പെട്ടു. അപ്പോൾ ഭയപ്പെട്ടത് മനസ്സിന് അപ്പോൾ സ്ഥിതപ്രജ്ഞത ഇല്ല. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഗുരുവിനെ കൊല്ലാനും ശ്രമിക്കും ശിഷ്യന്മാർ. ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഗുരു ശിഷ്യന്മാരെയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഗുരുവിന് പേടി ശിഷ്യന്മാരെയാണ് കൂടുതൽ. അല്ലാണ്ട് ശിഷ്യന്മാർക്ക് ഗുരുവിനല്ല പേടി വരുന്നത്, അതിനേക്കാളും കൂടുതൽ ശിഷ്യന്മാരെ പേടിക്കും. ഈ പൊട്ടന്മാർ എന്താ ചെയ്യാന്നറിയില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഭയം ക്രോധം എന്നൊക്കെ പറയുന്ന, ക്രോധം ഉണ്ടാവും, ദേഷ്യവും ഉണ്ടാവും, ഭയം ഉണ്ടാവും, അതെല്ലാം രാഗം ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാകുന്നത് ആ തത്വജ്ഞനെ സംബന്ധിച്ചോളം അതെല്ലാം തത്വബോധത്തിലാണ്. അത് സ്പർശിക്കുന്നില്ല. അവിടെ തത്വബോധത്തിൽ അത് സ്പർശിക്കുന്നില്ല. ഇവിടെ കർമ്മയോഗിക്ക് പോലും അത് സ്പർശിക്കുന്നില്ല, ഭയവും ക്രോധവും അല്ല. അതെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്? ഈശ്വരാർപ്പണമായിട്ട് കാണുന്ന അവന് പോലും ആ ഭയം ക്രോധം അതൊന്നും ഇതാകുന്നില്ല. ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വരുമ്പോഴും ആ ദേഷ്യത്തിൽ ഇതാകുമ്പോഴും അതെല്ലാം ഭഗവത് ഇച്ഛയാണ്, സ്വാർത്ഥ ഇച്ഛയല്ല ഒരു കർമ്മയോഗി സാധകന് പോലും. അപ്പൊ അങ്ങനെ ഇരിക്കെ സ്ഥിതപ്രജ്ഞന്റെ അതെന്താണ് അവസ്ഥ? അപ്പൊ അത് അറിയണച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ അജ്ഞാന ദൃഷ്ടിയിൽ നമുക്ക് ആ തത്വജ്ഞനെ ഇങ്ങനെയൊക്കെ വിവരിക്കാന്നല്ലാതെ ആ നിലയെ ഒരിക്കലും അനുഭവിക്കാൻ സാധ്യമല്ല. അത് തത്വബോധത്തിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇവിടെയാണ് നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ടാകുന്ന, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എല്ലാം അജ്ഞാനദശയിലാണ്. ഗുരുവും ശിഷ്യനും ശാസ്ത്രവും എല്ലാം അജ്ഞാനത്തിലാണ്, അജ്ഞാനത്തിൻ്റെ മായയിലാണ്. തത്വജ്ഞനില് ഇത് യാതൊന്നുമില്ല, ബാധിക്കുന്നില്ല. അതാണ് തത്വബോധം അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത്. ആ നിലയാണ് നമ്മൾ സ്വീകരിക്കാൻ ഈ ആത്മീയത എന്ന് പറഞ്ഞ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. ആ ആത്മീയതയിലാണ്, വഴികളാണ്, സാധനങ്ങളാണ് ഇതെല്ലാം. ഈ ശ്രവണ മനനാദികൾ എല്ലാതും, അല്ലെങ്കിൽ കർമ്മയോഗങ്ങൾ, അല്ലെങ്കിൽ ആ കർമ്മയോഗം തന്നെയാണ് എല്ലാ ഭക്തിയുണ്ട് ഇവിടെ. ഇതാണ് ശരിയായ ഭക്തി, ഈശ്വരാർപ്പണം, എല്ലാം ഈശ്വരാണെന്ന് അറിയുന്ന ശരിയായ ഭക്തിയും ധ്യാനവും. ആ ധ്യാനം തന്നെയാണത്. ഞാൻ എൻ്റെ എന്നുള്ളത് ഇല്ലാതാകുന്ന, ആ കണ്ണ് തുറന്നിരുന്നാലും കണ്ണടച്ചിരുന്നാലും അതൊക്കെ ധ്യാനമാണ്. ഈ വ്യവഹാരത്തിലിരിക്കുമ്പോൾ ആ ധ്യാനം തന്നെയാണ്. ഞാൻ എൻ്റെ എന്നുള്ളതില്ല. സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ
വിവേകത്തോടു കൂടി, ആ വിവേകം പോലും വിവേകി അല്ലാതാവുകയല്ല കർമ്മയോഗി ചെയ്യുന്നത്. ആ വിവേകത്തോടു കൂടി കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ആ വിവേകവും അവൻ്റെ പൗരുഷവും അവൻ്റെ ആ ചെയ്യാനുള്ള മനസ്സ് എല്ലാം ഈശ്വരങ്കിലാണ്, ഈശ്വരനെ അർപ്പിച്ചുകൊണ്ടാണ്, എല്ലാം ഈശ്വര ഇച്ഛയാണ്. അങ്ങനെ ഇരിക്കെ അവിടെ അത് പൂർണ്ണമായ എന്താ പറയുക നിവൃത്തി മാർഗത്തിലാണ് കർമ്മയോഗം. അവിടെ അതുപോലും കർമ്മയോഗിക്ക് പോലും അങ്ങനെ ഇല്ല, ഒരു സാധകനിൽ പോലും ഇതൊന്നും ബാധിക്കുന്നില്ല. ഭയവും കാര്യങ്ങളെല്ലാം ഈശ്വരാർപ്പണമായിരിക്കെ ഒരു തത്വജ്ഞന്റെ നില അല്ലെങ്കിൽ ഇതെല്ലാം സാധ്യമായ ആ നിലയിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഈ കർമ്മയോഗത്തിൻ്റെ ലക്ഷ്യം തന്നെയാണ് അത്. ഈ കർമ്മയോഗത്തിൻ്റെ പരിപൂർണതയാണ് ഈ സ്ഥിതപ്രജ്ഞൻ എന്നുള്ള പറയുന്നത്. അപ്പം ആത്മജ്ഞാനത്തോടുകൂടി കർമ്മയോഗത്തെ ചെയ്യുക. ഈ ആത്മജ്ഞാനം പറയുന്നത് ഇത് തന്നെയാണ്. സർവവും ഭഗവാൻ, അല്ലാണ്ട് നമ്മൾ ഈ ആത്മാവിനെ കൊണ്ടുവന്ന് നമ്മളിലേക്ക് കൊണ്ടുവരികയോ നമ്മൾ ആത്മാവിലേക്ക് പോവുകയോ ആവശ്യമില്ല. ഒരു കയറിൽ പാമ്പിനെ കാണുന്നുണ്ടെങ്കിൽ ആ പാമ്പിനെ തല്ലിക്കൊന്നിട്ട് അതിനെ കയറാക്കണമെന്നില്ല. ഇരുട്ടത്ത് നമ്മൾ ഭ്രമം കൊണ്ട് അതൊരു പാമ്പാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പാമ്പിനെ ഇല്ലാതാക്കാൻ ആ കയറിൽ ആ പാമ്പിനെ തല്ലിക്കൊല്ലേണ്ട ആവശ്യമില്ല. ആ അറിവ് മതി, അത് കയറ് തന്നെയാണ്. അത് പാമ്പായി ഇരിക്കുമ്പോഴും പാമ്പായി അറിയുമ്പോഴും ബ്രഹ്മം അറിയുമ്പോഴും അത് കയറ് തന്നെയാണ്. ആ ബ്രഹ്മം പോയാലും അത് കയറ് തന്നെയാണ്. അപ്പോൾ തത്വജ്ഞനെ പ്രത്യേകിച്ച് യാതൊരു മാറ്റങ്ങളും ഉണ്ടാകിയിട്ടില്ല. എന്തെങ്കിലും ഈ കർമ്മയോഗം കൊണ്ടുണ്ടാകുന്ന ഫലമല്ല അത്. ഒരു പ്രവൃത്തിയുടെ ഫലമാണെങ്കിൽ അതെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും, ഇല്ലാതാവും. ഇത് പ്രവൃത്തി കൊണ്ട് ഉണ്ടാകുന്നതല്ല, ഇത് അറിവാണ്. സ്വയം അറിവായിരിക്കെ, ആത്മാവ് സ്വയം അറിവായിരിക്കെ, തത്വബോധം സച്ചിദാനന്ദമായിരിക്കെ അതിനെ സ്വയം തിരിച്ചറിവേ ഉണ്ടാവുള്ളൂ. ആ ബോധം ഉണ്ടാകുന്നുണ്ട്, തത്വബോധം ഉണ്ടാകുന്നുണ്ട്. ആ തത്വബോധത്തിൽ ഇതെല്ലാം അവിടെ പിന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും യാതൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. അവിടെ അവന് പ്രത്യേകിച്ച് ചോദ്യങ്ങളില്ല. പിന്നെ അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ലേ, ഇങ്ങനെ ചെയ്യുന്നില്ലേ, അത് ചെയ്യുന്നില്ലേ, ഇത് ചെയ്യുന്നില്ലേ? അത് ആരുടെ ദൃഷ്ടിയാണ്? അജ്ഞാനിയായ പുറമേയുള്ളവരുടെ, നമ്മുടെ ദൃഷ്ടിയാണ്. നമ്മളത് നമ്മുടെ പ്രവൃത്തിയിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുകയാണ് ചെയ്തത്. അവിടെ അതോടെ ആ ചോദ്യത്തിന് അർജുനൻ ചോദിക്കുന്നുണ്ടല്ലോ, അവൻ എന്ത് ചെയ്യുന്നുള്ളത് പറയുമ്പോഴും ഈ ലക്ഷണങ്ങൾ പറയുമ്പോഴും ഇതെല്ലാം ആരുടെ ദൃഷ്ടിയിലാണ്? അജ്ഞന്റെ ദൃഷ്ടിയിലാണ്. ഒരു തത്വജ്ഞൻ തത്വമായിരിക്കെ അദ്ദേഹം നിന്ന് കർമ്മയോഗി പോലും നിന്ന് വിട്ടു നിൽക്കെ, പിന്നെ തത്വജ്ഞന്റെ അതിൻ്റെ ലക്ഷ്യമായ കർമ്മയോഗത്തിന്റെ ലക്ഷ്യമായ തത്വജ്ഞന്റെ സ്ഥിതപ്രജ്ഞന്റെ നില എന്താണ്? അത് വാക്കുകളുണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടോ പറയേണ്ടത കാര്യങ്ങളാണോ, അല്ലെങ്കിൽ പറയാൻ പറ്റുന്നതാണോ? അല്ല. അനിർവചനീയമാണ് തത്വം തന്നെ ഇരിക്കെ. അനിർവചനീയമാണെന്ന് അറിഞ്ഞ് അതിലെ നിർവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണത്. അവസ്ഥ പറഞ്ഞാൽ ഒരു മനസ്സിന്റെ അവസ്ഥ എന്ന് പറയുന്ന പോലും ശരിയല്ല. തത്വമായിരിക്കെ അതാണ് മോക്ഷം, മുക്തി. ആ നിലയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഭഗവാൻ ഇവിടെ പറയുന്നത് നമ്മുടെ സാധനയിലേക്ക് എടുക്കാൻ ഇങ്ങനെ ആയിരിക്കണം. എല്ലാ വിഷയങ്ങളിൽ നിന്നും വിട്ട്, സ്വാർത്ഥബുദ്ധി എല്ലാം വിട്ട്, മനസ്സ് ആത്മബോധത്തിൽ നിശ്ചലമായിരിക്കെ. അപ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്കതിനായി പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ആ തത്വബോധം പൂർണ്ണത അല്ലെങ്കിൽ ആ നിഷ്ഠ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ 56-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത ചെറിയ വീഡിയോ ആയിട്ടാണ് കൊടുക്കുന്നത്. അധികം സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ചെറിയ വീഡിയോ ആക്കുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി നോക്കാം. നമസ്കാരം.